ഹലോ മൈ യൂട്യൂബ് ഫാമിലി, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫിലിം സ്റ്റാർ വീട്ടിലേക്ക്, ദെൻ ടു എ ബീച്ച്. അതാണ് ഇന്നത്തെ പ്ലാൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. അദ്ദേഹം മൊത്തം ശൂലം തറച്ചിട്ട് കുറച്ച് ആൾക്കാർ ഘോഷയാത്രയിൽ പോണു. കൂടാതെ ദേ ഈ ഗരുഡൻ തൂക്കം എന്നുള്ള കാഴ്ച നേരിട്ട് കണ്ടവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഗരുഡൻ തൂക്കം. നമ്മൾ കമൽഹാസൻ സാറുടെ ഫിലിമിൽ കണ്ടിട്ടുണ്ടാവും. ആളെ ഇങ്ങനെ ഹുക്ക് ഉപയോഗിച്ച് മുകളിൽ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഒരു ഘോഷയാത്ര നടത്തുന്നത്. ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടാൽ നമുക്കൊട്ടും സഹിക്കാത്തൊരു കാഴ്ചയാണിത്. അവരുടെ നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് നേരിട്ട് കണ്ടിട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം സ്റ്റാറുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ആരുടെ വീടാണെന്നുള്ളത്. നമ്മുടെ സ്വന്തം ദളപതി വിജയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഫ്രണ്ടിൽ ഗേറ്റ് എന്ന് പറയുന്നത് അതിഭീകരമായ വലിയൊരു ഗേറ്റാണ്. മതിലായാലും ശരി കേട്ടോ, നമുക്ക് വീട് കാണാനേ സാധിക്കില്ല. വിജയുടെ ഏത് പാട്ടാ ഇഷ്ടം കുഞ്ചുന്? ഏതാ? അതോ? കുഞ്ചു എങ്ങനെ സ്റ്റെപ്പ് എങ്ങനെ? അങ്ങനെ വിജയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ തൊട്ട് മുന്നിലുള്ള ബീച്ചിലേക്ക് വന്നു. ബീച്ച് എന്ന് പറയുമ്പോൾ അടിപൊളി ബീച്ച് കേട്ടോ. ഞങ്ങൾ നേരത്തെ പോയ ബീച്ചൊന്നും അല്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മേ ബി ഇവിടെ സെലിബ്രിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ സ്റ്റാലിൻ സാറുടെ വീടും ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ബേൽപൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് കടൽക്കാറ്റ് കൊണ്ട് കുറച്ചു നേരം ഞങ്ങളവിടെ സുഖമായിട്ടിരുന്നു.
സ്ഥിരമായിട്ട് ഈ വഴിക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു ഹോട്ടലാണിത്. ബിലാൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഏകദേശം ഒരു 7 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ച് ഈ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ മാൻചൂ സൂപ്പാണ് ഓർഡർ ചെയ്തത്. കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ചൂടാണ്. ഈ ഫ്രൈ ഉണ്ട്. പിന്നെ ഇതാണ് ബദാമി മട്ടൺ കുറുമ. ഇതിന് ടേസ്റ്റ് ചെയ്തിട്ടില്ല, നല്ല ചൂടുണ്ട്. ഗീ റൈസ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഈ പ്ലെയിൻ റൊട്ടി അതും. അപ്പോൾ ഈ ഗീ റൈസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. ഗീ റൈസ്, ദാൽ, ചിക്കൻ 65 ഇതാണ് കോംബോ. ബദാമി മട്ടൺ ഒട്ടും എരിവില്ല. ഞങ്ങളെ സ്പൈസി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തന്നെയാണ് നമുക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത്. അതായത് ബദാമിൻ്റെ ഗ്രേവി ആവുകൊണ്ട് സ്പൈസി ആയിരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം കുഞ്ചു സ്പൈസി കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. ഇതൊട്ടും സ്പൈസി ഇല്ല. നമ്മളെ ബട്ടർ ചിക്കനൊക്കെ ഇല്ലേ, അതുപോലെ ഒട്ടും സ്പൈസി ഇല്ല. ഇതാണ് ദാലിൻ്റെ കറി കേട്ടോ. ഇത് ട്രൈ ചെയ്തോ. നോർമൽ ദാലിൻ്റെ കറി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു, സ്പൈസി അല്ലാത്തതുകൊണ്ട്. ഒരാൾ ഫുള്ളായിട്ട് എടുത്തിട്ട് പിടിക്കേണ്ട ഉഞ്ചു അമ്മ എടുത്തു തരും കേട്ടോ. മട്ടൺ ചിക്കൻ മട്ടൺ തന്തൂർ റൊട്ടി മട്ടണും ഫ്രൈ ചെയ്യും. റൊട്ടി ഭയങ്കര സോഫ്റ്റ് കേട്ടോ. കടിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇനി
മട്ടൻ്റെ പീസസ് ഒക്കെ കണ്ടോ, ഭയങ്കര സോഫ്റ്റ് പീസസ് ആണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് പീസസ് ആട്ടോ, അടിപൊളി. പൊട്ടക്കടല അല്ലല്ലോ, भैया भैया ये बच्चे को लेके जाओ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഹെവി ആയി, സത്യം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു, ഹെവി ഫുഡായിരുന്നു. ഭയങ്കര തിരക്കാണ് റെസ്റ്റോറൻറ്റിൽ, ഇപ്പോഴും നല്ല തിരക്കുണ്ട്. നല്ല ഫുഡ് കൊടുക്കുമ്പോൾ തിരക്ക് വരാതിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇനി വേറെ കാഴ്ചകളൊന്നുമില്ല ഇന്നത്തെ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.